തൃശൂർ നഗരസഭയുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായ ലാലൂർ ഇപ്പോൾ പകർച്ചവ്യാധികളുടെ പ്രഭവ കേന്ദ്രമാണ്. ശാസ്ത്രീയമല്ലാതെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ സ്ഥലവാസികൾ നടത്തുന്ന സമരം 2 പതിറ്റാണ്ട് പിന്നിടുന്നു. ഈച്ചയുടെയും പുഴുവിന്റെയും ശല്യം കാരണം ഭക്ഷണം കഴിക്കാൻ പോലും ഇവിടുത്തുകാർക്ക് സാധിക്കുന്നില്ല. നമ്മുടെ വീട്ടുകാർ തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കഴിക്കില്ലേ, അവര് പോവാന്ന് പറഞ്ഞ് നിൽക്കുള്ളൂ. പിന്നെ പിള്ളേരുടെ വിഭാഗം ഇപ്പൊ നമ്മുടെ മോളിൽ തന്നെ ഈ ലാലുവിന്റെ പ്രശ്നം പറഞ്ഞ് 3 എണ്ണം മുടങ്ങി. ലാലൂരല്ല വീട്, നമുക്ക് വേണ്ടെന്ന് പറയുള്ളൂ. കാരണം അവർക്കറിയില്ല ലാലൂര് വന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ആ ഭക്ഷണം നമ്മൾ വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മുഴുവൻ ഈച്ച വന്നെന്ന് അറിയും. ഭക്ഷണമല്ല നമുക്ക് കാണാം, ഈച്ചേനെ കാണാം. നമുക്ക് നല്ലപോലെ ഉണ്ട്. നമ്മളിപ്പോ എല്ലാവരും പറഞ്ഞിട്ട് നമുക്ക് ഉപകാരം കിട്ടിയിട്ടില്ല. കാരണം നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാണ്ടായി എന്ന് വെച്ചാൽ പറഞ്ഞ് നമ്മൾ തോറ്റു. പിന്നെ നമ്മളെന്തിനാ പറയാന്ന് ശരിയാണ്. എല്ലാവരും അത് പറയാനുള്ളൂ. എന്താ കാര്യം പറഞ്ഞിട്ട് എന്താ പറയണേ? ഈ പദ്ധതികൾ നീണ്ടുപോകുന്നതിൽ ഈ പ്രദേശ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും അതിഗുരുതരമാണ്. അതെന്നാണ് ഈ അവസ്ഥ ലംഘിക്കപ്പെടുക എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഒരു കാലത്ത് മാലിന്യ കൂമ്പാരമായി ദുർഗന്ധം പുലർത്തിയിരുന്ന തൃശൂരിലെ ലാലൂർ ഇനി പഴയ ലാലൂരല്ല. ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനമായ IM വിജയന്റെ പേരിലുള്ള സ്റ്റേഡിയം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. ഒരു കാലത്ത് തൃശൂരിന്റെ മാലിന്യ കുപ്പയായിരുന്ന ലാലൂരിലാണ് അതിമനോഹരമായ സ്റ്റേഡിയം ഒരുങ്ങിയത്.